മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും കുഞ്ഞുങ്ങളുടെ സ്വപ്ന കൂടാരമായിരുന്നു വെള്ളാർമല സ്കൂൾ. ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി അല്പമെങ്കിലും തടഞ്ഞു നിർത്തിയ സ്കൂൾ പുനർനിർമ്മിക്കാനുള്ള ദൗത്യത്തിനോടൊപ്പം ചേരുകയാണ് റിപ്പോർട്ടറും. കോഫി വിത്ത് അരുണിൽ പൂർവ്വ വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും അധ്യാപകരും പുനർനിർമ്മാണത്തിനുള്ള ആഗ്രഹങ്ങൾ തുറന്നു പറഞ്ഞു. പ്രജീഷ് മാഷേ, നമസ്കാരം. എത്ര വർഷം പഠിപ്പിച്ചു വെള്ളാർമല സ്കൂളിൽ? 9 വർഷം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ഒരു അധ്യാപനം? പറയൂ മാഷേ. ഓർക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് സാർ. മാഷ് കരയാണോ? പ്രിയപ്പെട്ട സ്കൂളിനെയും കുട്ടികളിൽ ചിലരെയും നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നിന്ന് മുക്തരായിട്ടില്ലെങ്കിലും വെള്ളാർമല സ്കൂൾ വീണ്ടെടുക്കാനുള്ള ദൗത്യത്തിനായി കോഫി വിത്ത് അരുണിൽ ഒന്നിച്ചെത്തിയതാണ് വെള്ളാർമല സ്കൂളിലെ അധ്യാപകരും PTA ഭാരവാഹികളും പൂർവ്വ വിദ്യാർത്ഥികളും. ഒരു സ്കൂൾ ഒരു നാടിനെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുമെന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു പൂർവ്വ വിദ്യാർത്ഥിയും രക്ഷിതാവുമായ ഷെഫീഖിന്റെ വാക്കുകൾ. അത് ഞങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ അതുപോലുള്ളൊരു നഷ്ടം എന്നുള്ളത് ഞങ്ങളെ മുണ്ടക്കായി LP സ്കൂളും ചൂരമല സ്കൂളും തന്നെയാണ്. വെള്ളാർമല കാരണം ഞങ്ങളെ ഏതൊരാളും അവിടെ നിന്ന് വിദ്യാഭ്യാസം നേടിയിട്ടാണ് പുറം ലോകത്ത് എത്തിയിട്ടുള്ളത്. അത് എത്ര വലിയ മെച്ചപ്പെട്ട പോസ്റ്റിലെത്തിയാലും വെള്ളാർമല എന്നുള്ളൊരു അടിത്തറ ഞങ്ങൾക്കുണ്ട്. ചൂരൽമലയുടെയും മേപ്പാടിയുടെയും ഇടയിൽ തന്നെ സ്കൂൾ വരണമെന്നാണ് PTA പ്രസിഡന്റ് നജ്മുദ്ദീന്റെ ആഗ്രഹം. എന്തായാലും നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ, അതായത് ഈ ചൂരമലയിൻ്റെയും മേപ്പാടിൻ്റെ ഇടയിൽ നമ്മുടെ സ്കൂൾ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് വെള്ളാർമലയായിട്ട് തന്നെ അത് വരണം. അതാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. വെള്ളാർമല സ്കൂളിലെ ഒരു കുട്ടിയെ പഠനച്ചെലവടക്കം ഏറ്റെടുത്ത ശിവപുരം സ്കൂളിലെ പ്രധാനാധ്യാപകൻ സതീഷ് ബാബുവും കോഫി വിത്ത് അരുണിലെത്തിയിരുന്നു. ഈ വെള്ളാർമല സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് പിടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കൊരു ദിവസം ഒന്ന് ഒരുമിച്ച് കൂടാം. ഒരിക്കൽ വെള്ളാർമല സ്കൂൾ ഹൃദയത്തിലെത്തിയവർക്കൊപ്പം ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞാണ് കോഫി വിത്ത് അരുൺ അവസാനിച്ചത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.